അത് നമ്മുടെ ഗ്ലൈക്കോളിക് ആസിഡ് ആണ്. അപ്പോൾ ഇത് പ്രോപ്പറായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ഡിസൈർഡ് ആയിട്ടുള്ള റിസൾട്ട്സ് കിട്ടും. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എങ്ങനെയാണ് ഒരു ഗ്ലൈക്കോളിക് ആസിഡ് യൂസ് ചെയ്യുന്നത്, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്നാണ് ഞാൻ ഇവിടെ പറയുന്നത്. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഓർഡിനറിൻ്റെ ഗ്ലൈക്കോളിക് ആസിഡ് ആണ്. ഇതിൻ്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നുണ്ടെങ്കിൽ 7% ആണ് ഇതിൻ്റെ കോൺസെൻട്രേഷൻ വരുന്നത്. അപ്പോൾ ഗ്ലൈക്കോളിക് ആസിഡ് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ കുറച്ച് മെത്തേഡ് ഉണ്ട്. നമുക്കിത് എന്തിനൊക്കെ അതിൻ്റെ യൂസസ് പറഞ്ഞിടാം കുറച്ച്. ഇത് നമുക്ക് ഹൈപ്പർ പിഗ്മെന്റേഷൻ ഉണ്ടെങ്കിലൊക്കെ ഹെൽപ്ഫുൾ ആണ്. പിന്നെ അതേപോലെ തന്നെ നമ്മളുടെ സ്കിൻ ടെക്സ്ചർ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രോഡക്റ്റ് ആണ്. ഇഫ് യു ആർ ഹാവിംഗ് ഫൈൻ ലൈൻസ് ആൻഡ് wrinkles, you can just get rid of it. ഇഫ് യു ആർ ഹാവിംഗ് എ ബംപി സ്കിൻ ടെക്സ്ചർ അല്ലെങ്കിൽ എൻലാർജ്ഡ് പോർസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് റെഡ്യൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ഇറ്റ്സ് ലൈക്ക് എ ജെന്റിൽ എക്സ്ഫോളിയേറ്റർ. പിന്നെ വേറൊരു കാര്യം, നിങ്ങൾ ഈ ഗ്ലൈക്കോളിക് ആസിഡ് യൂസ് ചെയ്യുമ്പോൾ ഓവറായിട്ട് യൂസ് ചെയ്യാതെ ഇരിക്കും. കാരണം ഓവറായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒബ്വിയസ്ലി യു വിൽ ബി ഗെറ്റിംഗ് ദിസ് സ്കിൻ ഇറിറ്റേഷൻ ഉണ്ടാവും. നിങ്ങൾക്ക് ഫ്ലേക്കി ആയിട്ടുള്ള ഒരു എന്താ പറയുക സ്കാൽപ്പാന്നുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈക്ക് കുളിക്കുന്നതിൻ്റെ ഒരു 10 to 15 minutes ബിഫോർ യു ക്യാൻ ജസ്റ്റ് അപ്ലൈ ഓൺ യുവർ സ്കാൽപ്പ്. പിന്നെ അതേപോലെ യു ക്യാൻ ജസ്റ്റ് ഷാമ്പൂ ഇറ്റ് ഔട്ട്. പിന്നെ നമ്മുടെ ഈ ഗ്ലൈക്കോളിക് ആസിഡിൻ്റെ വേറെ യൂസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടാൻ റിമൂവലിനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യും. പിന്നെ മോസ്റ്റ്ലി ഇത് നൈറ്റ് യൂസ് ചെയ്യുന്നതാകാൻ ഏറ്റവും നല്ലത്. കാരണം എന്താ പറയുക, മോർണിംഗിൽ യൂസ് ചെയ്യാം, ബട്ട് മോസ്റ്റ്ലി ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് എന്താ പറയുക നൈറ്റ് യൂസ് ചെയ്യുന്നതാകാൻ ഏറ്റവും നല്ലത്. ദെൻ നിങ്ങൾക്കിപ്പോൾ ഡ്രൈ സ്കിന്നാണ് വിചാരിക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് ഡ്രൈ സ്കിന്നാണ് നിങ്ങളുടെ സ്കിൻ ടൈപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഈ ഗ്ലൈക്കോളിക് ആസിഡ് യൂസ് ചെയ്തതിന് ശേഷം കുറച്ച് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യും. ജസ്റ്റ് യൂസ് എ ഗുഡ് മോയ്സ്ചറൈസർ. മോസ്റ്റ്ലി എല്ലാവർക്കും യൂസ് ചെയ്യാം കേട്ടോ. ഇഫ് യു ഡോണ്ട് വാണ്ട് യൂസ് ഇറ്റ്, ഇറ്റ്സ് ഓക്കെ. ബട്ട് ഇഫ് യു ആർ ഹാവിംഗ് ഡ്രൈ സ്കിൻ മീൻസ് യു ഷുഡ് ഡെഫിനറ്റ്ലി അപ്ലൈ എ മോയ്സ്ചറൈസർ ആഫ്റ്റർ യൂസിങ് ദിസ് ഗ്ലൈക്കോളിക് ആസിഡ്. പിന്നെ ഇതിനൊരു വാട്ടറി ടെക്സ്ചറാണ് കേട്ടോ. മോസ്റ്റ്ലി പിന്നെ ഈ പിഗ്മെന്റേഷനൊക്കെ വരിക കഴുത്തിൻ്റെ ബാക്കിലായിട്ട് അല്ലെങ്കിൽ നമ്മുടെ എൽബോ അവിടെയൊക്കെ ആയിട്ടാണ് നമുക്ക് ഇങ്ങനെ പിഗ്മെന്റേഷനൊക്കെ അധികമായിട്ട് വരിക. പിന്നെ അതേപോലെ കാൽമുട്ടിൻ്റെ ഭാഗത്ത്. അപ്പോൾ അവിടെയൊക്കെ ഈ ഗ്ലൈക്കോളിക് ആസിഡ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇത് കോട്ടൺ പാഡ് യൂസ് ചെയ്തിട്ട് തന്നെ നമ്മൾ അപ്ലൈ ചെയ്യണമെന്നില്ല. കാരണം ഞാൻ കോട്ടൺ പാഡ് സജസ്റ്റ് ചെയ്യുന്നില്ല. കാരണം ഇഫ് യു ആർ യൂസിങ് കോട്ടൺ പാഡ് മീൻസ് അവിടെ നമ്മുടെ ഈ ഗ്ലൈക്കോളിക് ആസിഡ് യൂസ് ചെയ്യുമ്പോൾ മോസ്റ്റ്ലി അതിലേക്ക് അങ്ങോട്ട് അബ്സോർബ് ആവും. സോ ഇറ്റ്സ് ബെറ്റർ നോട്ട് ടു യൂസ് എ കോട്ടൺ പാഡ്. ഡയറക്റ്റ്ലി നിങ്ങൾക്ക് ഇങ്ങനെ കയ്യിൽ കുറച്ച് ഇങ്ങനെ എടുത്തിട്ട് യു ക്യാൻ ജസ്റ്റ് അപ്ലൈ ഇറ്റ് ഓൺ യുവർ എൽബോ ലൈക്ക് ദിസ്. നിങ്ങൾ ബിഗിനർ ആണെങ്കിൽ ഓബ്വിയസ്ലി നിങ്ങൾ ഒരു വീക്ക്ലി വൺസ് യൂസ് ചെയ്താൽ മതി. വൺസ് ഓക്കെ. അത് പിന്നെ നിങ്ങളുടെ സ്കിൻ അഡാപ്റ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് പിന്നെ ഒരു വീക്ക്ലി ട്വൈസ് അല്ലെങ്കിൽ ത്രൈസ് ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതേപോലെ നിങ്ങൾക്ക് സ്കിന്നിൽ അപ്ലൈ ചെയ്യാം. കുറച്ചെടുത്തിട്ട് യു ക്യാൻ ഡയറക്ട്ലി പാറ്റ് ഇറ്റ് ഓൺ യുവർ ഫേസ്. ജസ്റ്റ് പാറ്റ് ഇറ്റ് ലൈക്ക് ദിസ്. ആഫ്റ്റർ ദാറ്റ് you can use a moisturizer. If you just use it in the right way, you will see the real results with healthier and smoother skin.